നാടൻ കറികൾ എൻ്റെ ഫേവറേറ്റാണ്. ഒരു കറി മതിയാകും ചോറ് മുഴുവൻ ഉണ്ണാനായിട്ട്. ഏത്തക്കായയും വൻപയറും കൊണ്ട് നല്ല സ്വാദുള്ള ഒരു തോരൻ കറി തയ്യാറാക്കാം. നാടൻ കറിയാണ്, ഏറ്റവും രുചിയേറിയതുമാണ്. 1 കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകിയിട്ട് അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞിട്ട് അത് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 പച്ച ഏത്തക്കയാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറിയൊക്കെ കളഞ്ഞ് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. കായ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണേ. പിന്നെ വേണ്ടത് നമുക്ക് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ പയറിട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പയറിന് ഞാൻ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ അത് ഒന്ന് വേവിച്ചെടുക്കാം. ഓരോ പയറിന് വേകുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. അതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്, പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സാരമില്ല, അതിലേക്ക് നമ്മൾ കായ ഇട്ട് കൊടുക്കാം. കായ ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി പയറും കായയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനായിട്ട് അരപ്പിനായിട്ട് എന്തൊക്കെ ചേർക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള കാന്താരിമുളകായിരുന്നു, ഞാനതിൽ 10-12 ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകമാണ്. ഞാൻ ജീരകം ആദ്യം ചേർക്കാൻ മറന്നുപോയി. ജീരകവും കൂടി ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ച അരപ്പില്ലേ, ഈ അരപ്പ് നമുക്ക് ആ വെന്ത കായിലും പയറിലും ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പുപൊടി ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് അരപ്പ് വേകുന്നവരെ ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. കറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് ഉപയോഗിക്കാം. നാടൻ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.